Yes, children, we are studying structural organization in animals. That different type of tissues of this connective tissue. Connective tissue is divided into three: loose connective, dense connective, and specialized connective tissue. The loose connective tissue again divided into areolar and adipose tissue. We can discuss in detail about the loose connective tissue. Loose connective tissue is the most common type of connective tissues in vertebrates, and it holds organs in place and attaches epithelial tissue to other underlying tissues. നമുക്കറിയാം ഏറ്റവും പുറമേ കാണുന്ന ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരിക്കും അല്ലെ. ബോഡി സർഫസ് എക്സ്റ്റേണൽ എൻവയൺമെന്റുമായി കോണ്ടാക്ട് വരുന്നിടത്തൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഉണ്ടായത്. Without matrix, tightly compact type of cells are present in epithelial tissue. They are very apt for protection. ആ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ തൊട്ട് താഴെ കാണുന്ന ടിഷ്യൂ ആരാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ദാറ്റ് ആർ ദ കണക്റ്റീവ് ടിഷ്യൂ. ആ കണക്റ്റീവ് ടിഷ്യൂ ഹോൾഡ് ദ എപ്പിത്തീലിയൽ ടിഷ്യൂ വിത്ത് ദ അണ്ടർലൈങ് ടിഷ്യൂസ്. മറ്റുള്ള ടിഷ്യൂസിനെ കണക്ട് ചെയ്യാം, ഹോൾഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ. അങ്ങനെയുള്ള കണക്റ്റീവ് ടിഷ്യൂവിലെ ഒരു ടൈപ്പാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മൾ പറഞ്ഞത് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെയും മറ്റ് അണ്ടർലൈൻ ടിഷ്യൂസിനെയും തമ്മിൽ ചേർത്ത് നിർത്തുമെന്ന്. അപ്പോൾ അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ദ സെൽസ് ആർ ലൂസിലി അറേഞ്ച്ഡ്. ഇത്തരം കണക്റ്റീവ് ടിഷ്യൂവിലെ കോശങ്ങൾ, സെല്ലുകൾ ലൂസിലി അറേഞ്ച് ചെയ്തേക്കാണ്. അവരിങ്ങനെ ടൈറ്റ് ആയിട്ടല്ല അറേഞ്ച് ചെയ്തേക്കണേ. ദേ ആർ ലൂസിലി അറേഞ്ച്. അപ്പൊ എന്തുണ്ടാവുക? In between them there must be matrix, that extracellular material matrix, polysaccharide protein ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് മാട്രിക്സ് ഉണ്ട് പറഞ്ഞല്ലോ. ആ മാട്രിക്സ് ഒരു സെമി ഫ്ലൂയിഡ് ടൈപ്പ് ആണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂൻ്റെത്. എ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഈസ് പ്രസന്റ്. അപ്പൊ ഈ രണ്ട് ഫീച്ചർ പഠിച്ചിരിക്കുക. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽസ് ആർ ലൂസിലി അറേഞ്ച്ഡ് ആൻഡ് സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഈസ് പ്രസന്റ്. ദേ ആർ ടു ടൈപ്പ്. നോക്കൂ, രണ്ട് ഫിഗേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരുപോലെ എല്ലാവരും ഇരിക്കണേ അല്ല. ഇതും കണക്റ്റീവ് ടിഷ്യൂ, ഇതും കണക്റ്റീവ് ടിഷ്യൂ. ദ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പൊ ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ പ്രസന്റ്. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് സ്പേസ് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് മാട്രിക്സ്, സെമി ഫ്ലൂയിഡ് മാട്രിക്സ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഈസ് കോൾഡ് ഏരിയോളാർ ടിഷ്യൂ. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ കണ്ട കുറെ ചൂലൊക്കെ അടക്കി വെച്ചേക്കണ പോലെയല്ലേ ഈ പടം കണ്ട അപ്പൊ നമ്മൾ ഓർക്കണം ഇതൊരു ഏരിയോളാർ ടിഷ്യൂ ആണ്. ഇതിൽ എന്തൊക്കെയാ കാണുന്നത്? ആസ് ദ കൊളാജൻ ഫൈബേഴ്സ്, കണ്ട ഫൈബേഴ്സ്, നാരുകളാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. അത് ഈ ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതാണ് അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്, ഫൈബ്രോബ്ലാസ്റ്റ്. അനദർ സെൽ മാക്രോഫേജ്. അതിന്റെ കണ്ട ഷേപ്പ് ഒക്കെ ഒരു ഡിഫറെന്റാ. മാക്രോഫേജ് എന്തിനെങ്കിലും പിടിക്കാൻ റെഡി ആയിട്ടിരിക്കണ പോലെ ഉണ്ട് അല്ലെ, മാക്രോഫേജ്. ദെൻ ദ മാസ്റ്റ് സെൽ. അതിൽ കുറെ കെമിക്കൽസ് കണ്ടോ, ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ തുടങ്ങിയ കുറെ കെമിക്കൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സാക്കലേക്ക് സ്ട്രക്ചർ ആണ് മാസ്റ്റർ സെൽ. അപ്പൊ 3 type of cells present in areolar tissue. Which are the 3 types cell? Master cell, fibroblast, macrophage. ഇതിന്റെ ഫംഗ്ഷൻ നമ്മുടെ ടെക്സ്റ്റിൽ പറയണില്ല, പക്ഷെ വേറെ ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. മാസ്റ്റർ സെൽ എന്ത് ചെയ്യും? ഇൻഫ്ലമാറ്ററി റെസ്പോൺസ് ഉണ്ടാക്കും. നമ്മളുടെ സ്കിന്നിന്റെ തൊട്ട് താഴെ, എപ്പിത്തീലിയത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഏരിയോളാർ ടിഷ്യൂ, it acts as a framework of epithelium, serves as a reservoir of nutrients for surrounding tissues. അപ്പൊ ഈ ഏരിയോളാർ ടിഷ്യൂ, അതിൽ കാണുന്ന സെല്ലാണ് മാസ്റ്റർ സെൽ, അതിൽ കാണുന്ന സെല്ലാണ് മാക്രോഫേജ് ആൻഡ് ദ ഫൈബ്രോബ്ലാസ്റ്റ്. അപ്പൊ ഈ മാക്രോഫേജ് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് എപ്പിത്തീലിയത്തിൽ ഉണ്ടായ അതുവഴി കടന്നു വരുന്ന പാത്തജനെ പിടിക്കാനായിട്ട് മാക്രോഫേജ് ഉണ്ട്. അതിന് ബലം കൊടുക്കാനായിട്ട് ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്. ഈ ഇലാസ്റ്റിൻ ആൻഡ് കൊളാജൻ, ഈ നാരുകൾ ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ മീതെ ഇങ്ങനെ സ്കിന്നിനൊരു ബലം കൊടുത്തിട്ട് ഇത് കാണും. അപ്പം നമുക്കറിയാം പ്രായമാവുമ്പോ ഈ ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ പൊടിഞ്ഞു പോകും. അപ്പോ സ്കിന്നൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിയും. ദെൻ മാസ്റ്റ് സെല്ലും ഏതെങ്കിലും രോഗാണുക്കൾ അകത്ത് കയറിയ വേഗം ഈ ഹിസ്റ്റമിനൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് അതിനെ അവിടെ ഇൻഫ്ലമാറ്ററി റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് മാസ്റ്റർ സെല്ല് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ് ഏരിയോളാർ ടിഷ്യൂ എവിടെ കാണുന്നത്? യെസ്, ജസ്റ്റ് ബിനീത്ത് ദ സ്കിൻ. അതുപോലെ വേറെ കാണുന്ന ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. ദാറ്റ് ഈസ്, അതിന്റെ പ്രത്യേകത
The cells are specialized for fat storing. ആ സെല്ലിന്റെ ന്യൂക്ലിയസ് നോക്കി നോക്കൂ. സെല്ലിന്റെ ന്യൂക്ലിയസിനെ ഒരു സൈഡിലേക്ക് തള്ളിയിട്ട് ഇറ്റ് ക്യാൻ സ്റ്റോർ ദ ഫാറ്റ്. അത്തരത്തിലുള്ള ഒരു പ്രത്യേക ടൈപ്പ് സെല്ലാണ്. ആ സെല്ലിന് പറയുന്ന പേര് അഡിപ്പോസൈറ്റ് എന്നാണ്. അഡിപ്പോസ് ടിഷ്യൂല് കാണുന്ന സെല്ല് ഏതാ? അഡിപ്പോസ് സൈറ്റ്സ്. അപ്പൊ അഡിപ്പോസൈറ്റും ഈ ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു ഇൻസുലേറ്റർ എന്ന രീതിയിൽ കണ്ടോ, സ്കിൻ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ തൊട്ട് താഴെ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ആര് കാണും? ഈ ടൈപ്പ് അഡിപ്പോസൈറ്റ്സും കാണും, അഡിപ്പോസ് ടിഷ്യൂവും കാണും. ദാറ്റ് ഈസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. Then dense connective tissue. നമ്മൾ പഠിച്ചു dense connective tissue രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു. dense regularഉം dense irregularഉം. പക്ഷെ dense connective tissueന് മറ്റുള്ള connective tissueനായിട്ട് ലൂസ് കണക്റ്റീവും സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആയിട്ടുള്ള വ്യത്യാസം എന്താ? Here fibers and fibroblasts are compactly packed. ഈ ഫൈബർ റിച്ച് ആണ്. ഫൈബേഴ്സ് ഇങ്ങനെ വളരെ കോമ്പാക്ട്ലി പാക്ക് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ പാക്ക് ചെയ്തതുകൊണ്ട് അത് ഒരു നല്ല ബലമുണ്ട്, അതിന് ഒരു റോപ്പിന്റെ പോലെ ബലമുണ്ട് എന്നാണ് പറയുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറും. അപ്പൊ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറുമാണ്. മിക്കപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കും ഡയഗ്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇത് കണ്ടാൽ നമുക്ക് അങ്ങനെ കണ്ടോ കുറെ ഫൈബേഴ്സ് കാണുമ്പോൾ അത് ഡെൻസ് റെഗുലർ ആണ്, ഇത് ഡെൻസ് ഇറഗുലർ ആണ്. ഇതിലധികം ഫൈബേഴ്സ് ഇല്ല. അപ്പൊ ഈ ഡെൻസ് റെഗുലർ തന്നെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ടെൻഡൻ ആൻഡ് ലിഗമെന്റ്. ഇവിടെ കാണാം ടെൻഡൻ, ഹിയർ ദ ലിഗമെന്റ്. ടെൻഡൻ എവിടെ കാണാം? ടെൻഡൻ ഈസ് പ്രസന്റ് അറ്റാച്ചിങ് ദ മസിൽ. ഇത് മസിലാണ്, ഇത് ബോണാണ്. അപ്പൊ മസിലിനെ ഈ ബോണുമായി അറ്റാച്ച് ചെയ്യാൻ ടെൻഡൻ. ലിഗമെന്റ്, ലിഗമെന്റ് ഹെൽപ്പ് ഫോർ അറ്റാച്ചിങ് ടു ബോൺസ്. രണ്ട് ബോണുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ ലിഗമെന്റ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഡൻ ആൻഡ് ലിഗമെന്റ്. അതിന്റെ ഫംഗ്ഷനില് അതിന്റെ ലൊക്കേഷനില് വ്യത്യാസം. പിന്നെ വേറൊന്ന് അതിന്റെ സ്ട്രക്ചറിൽ പറയുമ്പോൾ ടെൻഡൻ ഈസ് മോർ സ്ട്രോങ് ആൻഡ് ഈസ് ഇൻ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ഫൈബേഴ്സ് കുറവാണ് ടെൻഡനില്, കൂടുതൽ കൊളാജൻ ഫൈബേഴ്സ് ആണ്. ലിഗമെന്റില് മോർ ഇലാസ്റ്റിക് ഫൈബേഴ്സ് പ്രസന്റ് ആൻഡ് ലെസ് കൊളാജൻ ഫൈബേഴ്സ് പ്രസന്റ്. തമ്മിലുള്ള വ്യത്യാസം. ഇനി ഡെൻസ് ഇറഗുലാർ. ഡെൻസ് ഇറഗുലാറില് ഫൈബേഴ്സിന് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ഒന്നും ഇല്ല. ഇവിടെ കണ്ടില്ലേ ഫൈബേഴ്സ് നല്ല ഓറിയന്റേഷനിൽ ഒരു റെഗുലർ പാറ്റേൺ റോസ് ആയിട്ട് അല്ലെ അടക്കി വെച്ചേക്കണ പോലെയാണ്, പാരലലി അറേഞ്ച് ചെയ്ത പോലെയാണ്. ഇവിടെ there is no orientation is present. And this type connective tissue കുറച്ചൊക്കെ ഫൈബേഴ്സ് ഉണ്ട്, മറ്റ് ഏരിയോളാറിനേക്കാളും മറ്റ് അത്തരം സെല്ലൊന്നും ഇതിലില്ല, അതിനേക്കാൾ കൂടുതൽ ഫൈബേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഡെൻസ് ഇറഗുലാർ ഫൈബർ that tissue is present in particular areas, that is just in the skin. ചില സ്കിന്നിലെ ചില പ്രത്യേക ഏരിയകളിൽ സബ്മ്യൂക്കോസ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ സെക്ഷണൽ വ്യൂവിൽ നിങ്ങളൊരു പോർഷൻ പഠിക്കും, സബ്മ്യൂക്കോസ എന്ന്. ആ ഒരു ഏരിയയിൽ ഇത്തരം ടൈപ്പ് ഓഫ് ടിഷ്യൂ കാണാം. ദെൻ ദ ഫൈബ്രസ് കാപ്സ്യൂൾ ഓഫ് ജോയിന്റ്സ്. ചില ജോയിന്റിനെ ഈ പറഞ്ഞ ഈ ജോയിന്റ് നമ്മളിവിടെ ലിഗമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തല്ലോ, ഈ രണ്ട് ബോണുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന വേറൊരു ഏരിയ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ ഇതിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ഏരിയയാണ്. അങ്ങനത്തെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഫൈബ്രസ് കാപ്സ്യൂൾസ് കാണാം. അവിടെ ഇത്തരത്തിലുള്ള ബോണിന്റെ കറ്റം ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഡെൻസ് ഇറഗുലാർ ടിഷ്യൂ കാണാം. ഇനി സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണത്. അവിടെയുള്ള കാര്യം എന്താ വെച്ചാൽ മാട്രിക്സില് അത് സെൽസ് ഇങ്ങനെ കുറച്ചും കൂടി ലൂസ് ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. മാട്രിക്സ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ആണ്, ചിലതില് ഭയങ്കര ഹാർഡൻഡ് ആണ്, എന്നാൽ ചിലത് ഭയങ്കര ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ടാണ് സ്കെലിറ്റൽ ടിഷ്യൂ, ഫ്ലൂയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിനെ വീണ്ടും ഡിവൈഡ് ചെയ്തത്. Then the skeletal tissue, here the matrix is more harder. Fluid tissue അത് കുറേം കൂടി fluid nature ആണ്. അപ്പോൾ skeletal connective tissue again divided into bone and cartilage. അവിടെ നമുക്ക് ബോണിനെ ഒന്ന് പരിചയപ്പെടാം. ബോൺ നോക്കൂ, കണ്ടോ ബോണിന്റെ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ
ബോൺ ഇങ്ങനെ സെക്ഷണൽ വ്യൂ എടുത്ത് വെച്ചേക്കുക കണ്ടോ, അതിലിങ്ങനെ കുറെ വട്ടം വട്ടം പോലെയൊക്കെ കാണുന്നില്ലേ. ഓ അതിന്റെ ഏറ്റവും സെന്ററിൽ നമുക്ക് അറിയാമോ, ശ്രദ്ധിച്ചു നോക്കൂ, ബോണിന്റെ ഏറ്റവും സെന്ററിൽ കൂടെ എന്ത് കിടക്കുന്നുണ്ട്, ബ്ലഡ് വെസലൊക്കെ കിടക്കുന്നുണ്ട്. ബോണിന്റെ ഉള്ളിൽ ബ്ലഡ് കടന്നു പോകുന്നുണ്ട് എന്നർത്ഥം. നെർവ്സ് ബ്ലഡ് വെസൽസ് ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോവാൻ ബോണിലെ ആ ടിഷ്യൂസ്, ബോൺ സെൽസ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ബ്രൗൺ കളർ കാണുന്നത്, അതാണ് ബോൺ സെൽസ്. ബോൺ സെല്ലിന്റെ പേര് ഓസ്റ്റിയോസൈറ്റ് എന്നാണ്. ബോൺ സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റ്. അപ്പോൾ ഓരോ ബോൺ സെൽ ഓസ്റ്റിയോസൈറ്റിന്റെയും ഇടയിലുള്ള സ്പേസ്, ആ സ്പേസ് മാട്രിക്സ് ആണ്. ആ മാട്രിക്സ് കുറേ കൂടി ഹാർഡൻഡ് ആണ്. സാധാരണ ഫ്ലൂയിഡ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ജെല്ലി പോലെ അങ്ങനെയൊക്കെയല്ലേ, ഇത് ഹാർഡൻഡ് ആണ്. ഹാർഡൻഡ് ആയ ഏരിയ ഈസ് റിച്ച് വിത്ത് കാൽസ്യം സോൾട്ട്. അതുകൊണ്ടാണ് ബോണിലെ മാട്രിക്സ് കുറെ ഹാർഡൻഡ് ആയിട്ടുള്ളത്. ദെൻ വേറൊരു പ്രത്യേകത, ദാറ്റ് ഹാർഡൻഡ് മാട്രിക്സ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ കോൺസെൻട്രിക് ലെയേഴ്സ്. കണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. ആ കോൺസെൻട്രിക് ലെയേഴ്സിന്റെ ആണ് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സ്പേസസ്, ലാക്യൂണ പോലെയുള്ള സ്പേസസ് ഉണ്ട്. അതിനകത്താണ് ഈ ഓസ്റ്റിയോസൈറ്റിനെ കാണാം. കേട്ടോ, ഓസ്റ്റിയോസൈറ്റിനെ ഇത്തരത്തിലുള്ള സ്പേസിനകത്തായിട്ടാണ് കാണുന്നത്. അപ്പോ that matrix is arranged in a particular arrangement. That arrangement is called Haversian system. നമ്മുടെ ടെക്സ്റ്റിൽ ആ പേര് പറയുന്നില്ല കേട്ടോ. Then the cells, bone cells are distributed in particular area, and that bone cells are called osteocyte. എന്താണ് ഫംഗ്ഷൻ, ബോണിന്റെ ഫംഗ്ഷൻ എന്താ, അത് ഇന്റേണൽ സോഫ്റ്റ് ടിഷ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യും. നമുക്കറിയാലോ, ഹാർട്ട് അങ്ങനെയൊക്കെ ആ പർട്ടിക്കുലർ ഓർഗനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പ്രത്യേക കേജുകൾ ഉണ്ട് അല്ലെ, റിബ് കേജുകളൊക്കെ ഉണ്ട്. ദെൻ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഗീവ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. അങ്ങനെ ഒരു എന്തായാലും നമ്മൾ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് വേണം, സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കും. മാത്രമല്ല ഇതിന്റെ ഉള്ളില്, ബോണിന്റെ ഏറ്റവും ഉള്ളില് ബോൺ മാരോ കാണും. അതിനകത്ത് വെച്ചിരുന്നാണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ബോൺ മാരോ നിന്നാണ് ബ്ലഡ് സെല്ലും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം ഫംഗ്ഷനാണ് ബോണിൻ്റെത്. ഇനി നമുക്ക് കാർട്ടിലേജ് നോക്കാം. കാർട്ടിലേജും ഒരു ടൈപ്പ് സ്പെഷ്യലൈസ്ഡ് സ്കെലിറ്റൽ ടിഷ്യൂ ആണ്. ഇവിടെ കാർട്ടിലേജ് ബോണായിട്ടുള്ള വ്യത്യാസം കണ്ടല്ലോ. ഇവിടെ കുറെ വലിയ വലിയ ലാക്യൂണ കാണാം. അതിനകത്താണ് ഈ സ്പേസ് കാണുന്നത്. മാട്രിക്സ് കുറച്ചും കൂടി കുറവാണ് ആൻഡ് ഈസ് ലെസ് റിജിഡ്. അപ്പോൾ ഈ മാട്രിക്സ് കുറച്ച് ഇങ്ങനെ ലെസ് റിജിഡ് ആണ് വെൻ കമ്പയർ വിത്ത് ബോൺ, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് വിത്ത് കാൽസ്യം അയൺസ്. ആൻഡ് the space lacuna which is with the cells, the cartilage cells are known as chondrocyte. നിങ്ങൾക്ക് ഈ പേരാണ് പഠിക്കാനുള്ളത്. cartilage cells are called chondrocytes. And examples അല്ലെങ്കിൽ ലൊക്കേഷൻസ്, എവിടെയാ ലൊക്കേഷൻ കാണുന്നത്, അത് ടിപ്പ് ഓഫ് ദ നോസ് അല്ലെ, മൂക്കിന്റെ ഏറ്റവും തുമ്പ് ഭാഗം. അതുപോലെ ഇയർ, എക്സ്റ്റേണൽ ഇയർ, ദ പിന്ന. നമുക്കറിയാതെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വളയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കില്ലേ. അപ്പൊ അവിടെയൊക്കെ കാണുന്ന ആ ടിഷ്യൂ കാർട്ടിലേജ് ആണ്. പിന്നെ വെർട്ടിബ്ര കോളത്തിലെ വെർട്ടിബ്രകളുടെ ഇടയിലുള്ള ജോയിന്റ്സിലും നമുക്ക് കാർട്ടിലേജ് കാണാം. കാർട്ടിലേജിന് സ്പാഡ് ഈസ് പ്രസന്റ്. ദെൻ എംബ്രിയോണിക് സ്കെലിറ്റൽ പാർട്സ്, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ ഫീറ്റൽ ടിഷ്യൂ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ ബോണൊക്കെ കാർട്ടിലേജ് ആയിട്ട് ഇരിക്കണേ. ആ സ്കെലിറ്റൽ പാർട്സ് ഒക്കെ കാർട്ടിലേജാ. പക്ഷെ അഡൽട്ടായി വരുന്തോറും ആ സ്കെലിറ്റൽ ടിഷ്യൂ ബോണായി മാറുകയാണ് ചെയ്യുക. പിന്നെ വേറൊന്ന് ലോങ് ബോൺസ്. ലോങ് ബോണിന്റെ ടിപ്പില് കുറെ വലിയ ബോൺസിന്റെ ഒക്കെ ഏറ്റവും ടിപ്പ് റീജിയനിലും ഹൈലൈൻ കാർട്ടിലേജ് കൊണ്ട് കവറിങ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കാർട്ടിലേജ് കാണുന്ന ഡിഫറെന്റ് ഏരിയ കണ്ടല്ലോ. കാർട്ടിലേജ് സെല്ലിന്റെ പേര് കോൺട്രോസൈറ്റ്സ് എന്നാണ്. ദെൻ ദ ഫ്ലൂയിഡ് ടിഷ്യൂ. ഫ്ലൂയിഡ് ടിഷ്യൂ രണ്ട് ടൈപ്പ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണുള്ളത്, ബ്ലഡ് ആൻഡ് ലിംഫ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുണ്ട്. ഒരു ജസ്റ്റ് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഒരു മൈക്രോസ്കോപ്പിക് സ്ലൈഡിൽ വെച്ചിട്ട് ഒരു ഫിലിം പോലെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഈ കൂടുതൽ കാണുന്നതെല്ലാം RBC ആണ്. RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ WBC ഇങ്ങനെ ന്യൂക്ലിയസ്, അതിൽ ന്യൂക്ലിയസ് ഉണ്ട്. അത് പ്രത്യേക സ്റ്റെയിൻ, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ വെച്ച്
അത് സ്റ്റെയിൻ പിടിച്ച് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് ടൈപ്പ് ബ്ലഡ് സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് പറയാം ബ്ലഡും ലിംഫും രണ്ട് ടൈപ്പ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഉള്ളത്. അതിൽ ബ്ലഡ് നമ്മൾ പറയുകയാണെങ്കിൽ അത് റെഡ് കളർ ഫ്ലൂയിഡ് ടിഷ്യൂ ആണ്. ആ ഫ്ലൂയിഡിന്റെ മാട്രിക്സ് നമുക്കറിയാം, ഈ സെല്ലുകളുടെ ഇടയിൽ ധാരാളം മാട്രിക്സ് ഉണ്ട്. ഈ ഓരോരോ സെല്ലും തമ്മിൽ ഒട്ടും കൂട്ടിമുട്ടാതെ അതിന്റെ ഇടയിലൊക്കെ മാട്രിക്സ് കാണും. ആ മാട്രിക്സിനെ പറയുന്ന പേരെന്താണ്? പ്ലാസ്മ is the fluid matrix of blood. Then different types of cells, that the blood cells, they are called corpus cells എന്നാണ് അതിനെ പറയാ, corpus cells. Which are the corpus cells? Blood cells, RBC, WBC, platelets, they are the corpus cells. They are suspended. അതിന്റെ വിസ്കോസിറ്റി കാരണം ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട്, അല്ലാണ്ട് വല്ലോടത്ത് അടിഞ്ഞു കൂടുകയല്ല ചെയ്യുക, സസ്പെൻഡ് ചെയ്തിട്ട് കാണും. RBCയുടെ ഫംഗ്ഷൻ ഹെൽപ്പ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്. WBC ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് WBC ഉണ്ട്. അതിനനുസരിച്ച് അത് ഡിഫൻസിൽ പല ഫങ്ഷൻസ് നടത്തും. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഹെൽപ്പ് ഫോർ ബ്ലഡ് കൊയാഗുലേഷൻ. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. ഇവിടെ തൽക്കാലം ഇത്രയും ഓർത്ത് പണ്ട് പഠിച്ചേക്കുന്നതാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ ഒന്ന് ഓർക്കുക. ദെൻ ലിംഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ആണ്, ഡിറൈവ്ഡ് ഫ്രം ബ്ലഡ്. ബ്ലഡ് കണ്ടോ, ബ്ലഡ് വെസൽ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ ബ്ലഡ് വെസലിന്റെ ഇടയിൽ കൂടെ, കാപ്പിലറീസിന്റെ ഇടയിൽ കൂടെ ഫ്ലൂയിഡ് മാറ്റർ ഓഫ് ബ്ലഡ്, RBC WBC ഒന്നും പോരില്ല. ഫ്ലൂയിഡ് മാറ്റർ ഓഫ് ബ്ലഡ് ഈസ് എൻറ്റർ ഇൻ ടു ദ ഇന്റർസ്റ്റിഷ്യൽ സ്പേസ്. ഇതിന്റെ ഇടയിലുള്ള ഈ സ്പേസിലേക്ക് കൊടുക്കും. ആ ടിഷ്യൂ സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ടിഷ്യൂ സെൽസ് ഉണ്ട് കണ്ട, അതിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് കടക്കും. ആ സ്പേസിലേക്ക് കടക്കുമ്പോൾ അതിനെ പറയും ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. ആ ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ കണ്ടില്ല, ഒരു ഗ്രീനിഷ് യെലോയിഷ് കളേർഡ് വെസൽസ്, ആ വെസലിന്റെ ഉള്ളിലേക്ക് കടക്കും. ദീസ് ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റർ ഇൻ ടു ദ these vessels. These vessels are the lymph vessels, lymphatic vessels. അപ്പോ ലിംഫാറ്റിക് വെസലിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ആ ഫ്ലൂയിഡിനെ എന്ത് പറയും? ലിംഫ് എന്ന് പറയും. അപ്പൊ ലിംഫ് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ആസ് ഫ്രം ബ്ലഡ്. ഫ്രം ബ്ലഡ് the fluid enter into the tissue space, tissue fluid enter into this lymphatic vessel, then it is called lymph. അപ്പൊ ലിംഫ് കിട്ടിയത്, ലിംഫ് ഉണ്ടായി വന്നത് ഈ ബ്ലഡിൽ നിന്നാണ്. ബട്ട് RBC not enter into the tissue fluid, then the lymph is not red in color, it is colorless, ഒരു straw colored fluid ആണ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ ലിംഫ്, അപ്പൊ ഈ ലിംഫ് വെസലിന്റെ ഉള്ളിൽ കയറിയല്ലോ, ഈ ലിംഫ് ആക്ട് ആസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ ടിഷ്യൂസ്. ഈ ടിഷ്യൂവിനും ഈ ബ്ലഡിനും ഇടയിലുള്ള ഒരു മിഡിൽ മാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? ലിംഫാണ്. ഈ ലിംഫ് വെസലിൽ കൂടെ പോയി തിരിച്ച് ഹാർട്ടിലേക്ക് ചേരണം, എങ്കിലേ വീണ്ടും ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടൻസ് ഓഫ് ലിംഫ് same as blood except blood cells and low levels of proteins. മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ലിംഫ് ചോദിക്കും. അപ്പൊ കളറിന്റെ പാറ്റേണില്, അതിന്റെ കണ്ടന്റിന്റെ പാറ്റേണില് അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ it is present in the blood vessels, lymph is present in lymph vessels. These are the different types of blood cells, RBC and different types of WBC and platelets കൂടി ഉണ്ട്. That is about the blood. Okay, thank you children.